അസ്സലാമു അലൈക്കും. ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം അള്ളാഹുവിന്റെ അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹു ആർക്കാണ് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യമാണ് ഇന്ന് എടുക്കുന്നത്. അധ്യായം 72 സൂറ അൽ ജിന്നിൽ 23 പറയുന്നത്, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം എത്തിക്കലും അവന്റെ ദൗത്യം നിർവഹിക്കലും അല്ലാതെ മറ്റൊന്നും എൻ്റെ അധീനത്തിലില്ല. വല്ലവനും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും കൽപ്പന ലംഘിക്കുന്ന പക്ഷം അവനെ നരകാഗ്നിയായിരിക്കും. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് അള്ളാഹു എന്താ ഏൽപ്പിച്ചു കൊടുത്തത്, ഏത് സന്ദേശമാണ് എത്തിക്കാൻ പറഞ്ഞത്, അത് എത്തിക്കലാണ് എൻ്റെ ദൗത്യം. മറ്റൊന്ന്, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നമ്മൾ കൽപ്പന ലംഘിക്കുന്ന പക്ഷം അവരെന്താണോ പറയുന്നത് നമ്മൾ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ അത് സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നരകാഗ്നിയായിരിക്കും എന്ന് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ തങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യം അവർ കണ്ടാൽ ആരുടെ സാഹസികളാണ് ഏറ്റവും ബലഹീനമെന്നും എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞവരെന്നും അവർക്ക് മനസ്സിലായിക്കൊള്ളും. അതിൽ 25 പറയുന്നത്, നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യം അടുത്തു തന്നെ ഉണ്ടാകുന്നതാണോ, അതല്ല എൻ്റെ റബ്ബ് അതിൽ വല്ല ദീർഘമായ കാലാവധി ഏർപ്പെടുത്തുന്നതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന്. അപ്പൊ അള്ളാന്റെ റസൂൽ എന്തൊക്കെ താക്കീത് നമുക്ക് തന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു. അപ്പൊ അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവർക്ക് നരകാഗ്നി ഇല്ല എന്ന് പറയുന്നുണ്ട്. അഥവാ വിശ്വസിക്കാത്ത ആളുകളും ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ ഖിയാമത്ത് നാളിനെ പറ്റിയിട്ടായാലും, ഇനി അവസാന കാലഘട്ടത്തിലെ നീതി ആയാലും, ഇനി വിചാരണ ആയാലും, ഇനി സ്വർഗമായാലും നരകമായാലും ഇവയെ പറ്റിയിട്ടുള്ളൊക്കെ സന്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, താക്കീതുകൾ തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അടുത്താണോ അതോ ദൂരെയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ അള്ളാഹുവിനുള്ള കാര്യമാണ് എന്ന് അള്ളാഹു പറയുന്നത്. ഇനി അവൻ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാവുന്നു. എന്നാൽ തൻ്റെ അദൃശ്യ കാര്യങ്ങളുടെ മേൽ അവൻ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല. അവൻ ആർക്കും അത് വെളിപ്പെടുത്തി കൊടുക്കില്ല. അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. ഇനി അവൻ തൃപ്തിപ്പെട്ട റസൂലിനല്ലാതെ അപ്പോൾ നിശ്ചയമായും ആ റസൂലിന്റെ മുന്നിലും പിന്നിലും പാറാവുകാർ ഏർപ്പെടുത്തുന്നതാണ്. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട റസൂലിന് മാത്രം ആ ഒരു അദൃശ്യ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു പറയുന്നുണ്ട്. എന്നാലോ ആ റസൂലിന്റെ മുന്നിൽ പുറകിലായിട്ടൊക്കെ അള്ളാഹു മലക്കുകളെ ഏർപ്പെടുത്തുന്നു ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ റസൂൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അവരിൽ എല്ലാവരും ഒരേ ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രവാചകന്മാരെ നമുക്ക് വേറെ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെട്ട റസൂലിന് മാത്രമേ അള്ളാഹു അദൃശ്യ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു പറയുന്നുണ്ട്. മറ്റൊന്ന്, അവരുടെ കൂടെ മലക്കൾ ഉണ്ടാവുന്നു. അപ്പൊ അവരുടെ മുന്നിലും പുറകിലും മലക്കൾ ഉണ്ടാകുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. കാരണം അവരുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട്, അവർക്ക് ഏത് ആപത്തിൽ നിന്നും സംരക്ഷകനായിട്ട്, അവർക്ക് എപ്പോഴും അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം എത്തിക്കാനായിട്ട് അവരെ കൂടെ മലക്കുകളുണ്ട്. എന്നാൽ നമ്മളെ കൂടെ മലക്കുകളുണ്ട്, അള്ളാഹു നമ്മളെ കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കണം. നമ്മൾ ഈ ഒരു ദുനിയാവിന്റെ ചതികളിൽ നിന്നൊക്കെ നമ്മൾ മാറി അള്ളാഹുവിനായിട്ട് കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടും. അഥവാ നമ്മൾക്ക് ഒരുപാട് അള്ളാഹുവിനോട് എത്രത്തോളം നമ്മൾ അടുക്കുന്നോ അത്രത്തോളം നമ്മൾ ഈ അദൃശ്യമായ കാര്യങ്ങൾ, അഥവാ ഈ ഒരു ഭൂമിയിൽ നമുക്ക് ഒരുപാട് മറകളുണ്ട്, നമുക്ക് കാണാൻ പറ്റാത്തത്, കേൾക്കാൻ പറ്റാത്തത്. എന്നാൽ അവയിൽ നിന്നൊക്കെ അല്പം നമുക്ക് ഒരു ബന്ധം വരും, അഥവാ നമുക്കതൊക്കെ മനസ്സിലാക്കി തരും. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അവര് വേറൊരു രീതിയിലായിരിക്കും സമൂഹം കാണുക. അഥവാ കറാമത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ ബഹുമാനിച്ച് റെസ്പെക്ട് ചെയ്ത് ആ ഒരു രീതിയിലായിരിക്കും മനുഷ്യന് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു കാര്യം അത് എല്ലാ മനുഷ്യർക്കും നമുക്ക് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു എല്ലാവർക്കും അത് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്.